നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ കവർച്ച. വീടിന്റെ ഓടിളക്കി അകത്തുകടന്ന മോഷ്ടാക്കൾ 5 പവൻ സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് കണ്ണമ്പാറ വട്ടത്തറ മധുവിന്റെ വീട്ടിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴക്കെടുതിയിൽ നാട്. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് വൻ നാശം വിതയ്ക്കുന്നു. മണ്ണൂരിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. പാലക്കാട് കുളപ്പള്ളി പാതയിലെ തേനൂരിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വിതരണം മുടങ്ങുന്നതിന്റെ കാരണം വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് SC/ST സംയുക്ത സമിതി. തുക ഉദ്യോഗസ്ഥർ വകമാറ്റുകയാണെന്ന് ആക്ഷേപം. അവകാശ നിഷേധത്തിനെതിരെ സമരം ആരംഭിക്കുമെന്ന് സമിതി ഭാരവാഹികൾ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പട്ടാമ്പി കൊടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ച ഭീഷണിയിൽ. അധിക ജലം പുറത്തേക്കൊഴുക്കാൻ സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയത് വശങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. കുളത്തിലെ വെള്ളം ഒഴുകിപ്പോകാത്തത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് ആശങ്ക. വാർത്തകൾ വിശദമായി. മുള്ളൂർക്കര കണ്ണമ്പാറയിലെ വീട്ടിൽ മോഷണം. 5 പവൻ സ്വർണം കവർന്നു. വട്ടത്തറ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ ഓടിളക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. സ്വർണത്തിന് പുറമെ പണവും കവർന്നു. 5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മധുവും ഭാര്യയും മക്കളും മധുവിന്റെ അമ്മയുമാണ് ഈ വീട്ടിൽ താമസം. മോഷണം നടന്ന വീടിന്റെ പകുതി ഭാഗം ഓടും പകുതി ഭാഗം ടെറസുമാണ്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. മണ്ണൂർ കുളുപ്പള്ളിക്കളം അരവിന്ദാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. മരം വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. മണ്ണൂർ സ്വദേശിയായ അരവിന്ദാക്ഷൻ വാടകയ്ക്ക് നൽകിയ വീടാണിത്. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന പാർവതി, മകൾ ലിജി, 2 വയസ്സായ കുഞ്ഞു തുടങ്ങിയവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവസ്ഥലം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടത്തിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അവരെ സഹായിക്കണം. അവർക്ക് ഉണ്ടായ നാശനഷ്ടത്തിന് അധികാരികൾ മാക്സിമം ആ വീട് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ കനത്ത മഴയിലും കാറ്റിലും പ്രധാന പാതയിൽ മരം കടപുഴകി വീണു. വ്യാഴാഴ്ച പുലർച്ചെ പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ തേനൂർ അത്താഴംപറ്റ കാവിന്റെ സമീപത്താണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇതുവഴി വന്ന വാഹനങ്ങളെ ഓടന്നൂർ കാളിക്കാവ് വഴി തിരിച്ചുവിട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പട്ടാമ്പി നഗരസഭാ പരിധിയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ചാ ഭീഷണി നേരിടുന്നു. സംഭരണശേഷിയിലും അധികമുള്ള ജലം പുറത്തേക്കൊഴുക്കാൻ സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് തകർച്ചയ്ക്ക് കാരണമായത്. സംഭരണശേഷിയിലും അധികമുള്ള ജലം പുറത്തേക്കൊഴുകാൻ സ്ഥാപിച്ച പൈപ്പ് അടഞ്ഞതോടെയാണ് കൊടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ചാ ഭീഷണി നേരിടുന്നത്. മഴയിൽ അനിയന്ത്രിതമായി ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഓവർഫ്ലോ പൈപ്പ് അടഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുറന്നു നടത്തിയ പരിശോധനയിൽ ചില ആളുകൾ കോൺക്രീറ്റ് ഇട്ട് പൈപ്പ് അടച്ചതാണെന്ന് കണ്ടെത്തിയതായി വാർഡ് കൗൺസിലർ സെയ്തലവി വടക്കിയതിൽ പറഞ്ഞു. മഴക്കാല പകർച്ചവ്യാധികൾ പിടിപെടുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണമുള്ള കുളത്തിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ആയി പോകാത്തത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളം കൂടി വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കുളത്തിൻ്റെ ഓവർഫ്ലോ ഒഴുകി പോകുന്ന ഓവ് ചില ആളുകൾ അടച്ചിട്ടുണ്ട്. വെള്ളം പൊന്തി വരുന്നപ്പോൾ നമ്മളത് എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇട്ട് അടച്ചതായിട്ടാണ് കാണുന്നത്. പലതവണ അധികാരികളെ അറിയിക്കുകയുണ്ടായി, പക്ഷെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് നമുക്കറിയാം മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ നിപ്പ ഒക്കെ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കെട്ടി നിൽക്കുന്ന ഒരു വെള്ളം അതിൽ വിദ്യാർത്ഥികൾ കുളിച്ചാലുണ്ടാകുന്ന അപകടത്തെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുകയും അതല്ലാത്ത പക്ഷം കുട്ടികൾ തൽക്കാലം ഇതിൽ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനമെങ്കിലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. കുളത്തിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിരവധി ആളുകളാണ് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ ഭീഷണിയിലും അപകട ഭീഷണിയിലുമാണ് ജലനിരപ്പ് ഉയരുന്നത്. അതുകൊണ്ട് ഓവർഫ്ലോ പൈപ്പ് തുറക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിൽ അധികൃതർ ഒരു നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വിതരണം 2019 മുതൽ മുടങ്ങുന്നതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് SC/ST സംയുക്ത സമിതി. ഫണ്ട് വകമാറ്റിയിട്ടുണ്ടെന്ന സംശയം നിലനിൽക്കുന്നുണ്ടെന്നും സമിതി ചെയർമാൻ കിറ്റമ്പ ഷൺമുഖൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റ് ഉദ്യോഗസ്ഥർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണെന്ന് SC/ST സംയുക്ത സമിതി ആരോപിച്ചു. കരാറുകാരന് നൽകാനും വാഹനം വാങ്ങാനുമാണ് ഫണ്ട് വകമാറ്റിയത്. സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം പോലും പ്രതിസന്ധിയിലാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് രക്ഷിതാക്കളും പ്രതിസന്ധിയിലായെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതിയിലും റീബിൽഡ് കേരളയിലും അനുവദിക്കുന്ന ഭവന പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേടും ഫണ്ട് തട്ടിപ്പും നടക്കുന്നുണ്ട്. പട്ടിക വിഭാഗങ്ങളെ വിവിധ തലങ്ങളിൽ അവഗണിക്കുന്നതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ഭാരവാഹികളായ കിമ്പറ്റ ഷൺമുഖൻ, രാജൻ ആമ്പക്കാട് എന്നിവർ പറഞ്ഞു. ഇവിടെ പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിവരം ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് ഉണ്ടാകുന്നത്. പല വിദ്യാർത്ഥികളും കൃത്യമായിട്ട് അവർ സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് പഠനം ഉപേക്ഷിച്ച് പോയ ഒരുപാട് ഉദാഹരണം പല ബ്ലോക്കുകളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് കൃത്യമായി ഇവിടെ കുടിശ്ശിക കൃത്യമായി ഇവിടെയും കൊടുക്കാനുണ്ട്. അവരെ ഉന്നത പഠനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ ഇത്തരം ഗ്രാന്റുകൾ ലഭിക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും കരാറുകാരുടെ കുടിശ്ശിക്ക് തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അല്ലാന്ന് പറയുന്നു. അങ്ങനെ വകമാറ്റി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഫണ്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കുന്നതാണ് ഞങ്ങൾ ഒന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ലൈഫ് പദ്ധതിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിലവിൽ ഈ പട്ടികജാതിപ്പെട്ട ആളുകളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യണം എന്നാണ് ഞങ്ങൾ കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്. രാജൻ അലനല്ലൂർ, രാധാകൃഷ്ണൻ കല്ലുവഴി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയുടെ ആധുനിക മത്സ്യമാർക്കറ്റിലെ ശുചിമുറിയിലെ അവസ്ഥ ഏറെ ദയനീയം. നിലവിൽ 100ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മാർക്കറ്റിൽ ആകെ 2 ശുചീകരണ മുറികളാണുള്ളത്. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പട്ടാമ്പിയിലെ ആധുനിക മത്സ്യമാർക്കറ്റിലെ ശുചിമുറിയിലെ അവസ്ഥ ഏറെ ദയനീയമായി. 100ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പട്ടാമ്പി നഗരസഭയുടെ മത്സ്യമാർക്കറ്റിൽ ആകെ 2 ശുചിമുറികളാണ് ഉള്ളത്. അതിനുള്ളിലെ ക്ലോസറ്റ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിട്ട് മാസങ്ങളോളമായിരിക്കുന്നു. അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. നഗരസഭയുടെ നേതൃത്വത്തിൽ 3 ശുചീകരണ തൊഴിലാളികൾ മാർക്കറ്റിലുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നില്ലെന്ന ആക്ഷേപവും തൊഴിലാളികൾക്കുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ആശങ്കയിലാണ് മാർക്കറ്റിലെ തൊഴിലാളികളെന്ന് നഗരസഭാ കൗൺസിലർ സെയ്തലവി വടക്കേതിൽ പറഞ്ഞു. നേരത്തെ നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ 100 കണക്കിന് സ്റ്റാഫുകൾ തൊഴിലെടുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുള്ള കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു മാർക്കറ്റ് സമുച്ചയം. അതിൻ്റെ ടോയ്ലറ്റും അതുപോലെ തന്നെ പരിസരവുമാണ് നിങ്ങൾ കണ്ടത്. ആ ബിൽഡിങ് ഏതോ കാലം മുതൽ അതിൽ മരങ്ങൾ നിറഞ്ഞിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ഓളം സ്റ്റാഫുകൾ, ഫുൾ ടൈം സ്വീപ്പർമാരായിട്ട് 3ഓളം സ്റ്റാഫുകളുണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. എന്നിട്ട് പോലും നഗരസഭ ആരോഗ്യ വിഭാഗം അതിൻ്റെ കൃത്യമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഞാനൊരു കൗൺസിലർ തന്നെയാണ്, നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. കെട്ടിടത്തിന് മുകളിൽ ചെടികൾ വളർന്ന കെട്ടിടവും ശോചനീയാവസ്ഥയിലാണെന്നും തൊഴിലാളികൾ പറയുന്നു. ഉപയോഗശൂന്യമായ ശുചീകരണ മുറികൾ നേരെയാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്ത് വരുമെന്ന് മാർക്കറ്റിലെ തൊഴിലാളി കൂടിയായ നഗരസഭാ കൗൺസിലർ സെയ്തലവി വടക്കേതിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ കനാലിലകപ്പെട്ട പശുവിനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയ അഗ്നിശമന സേന. കനാലിൽ കുടുങ്ങിയ കോഴിച്ചുണ്ട പുതുക്കുളങ്ങര സ്വദേശി രാഘവന്റെ 6 വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് കോങ്ങാട് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് മണ്ണൂർ ആക്കത്തൊടിക്ക് സമീപത്തെ 3.5 മീറ്റർ താഴ്ചയുള്ള കനാലിൽ പശു അകപ്പെട്ടത്. സംഭവം അറിഞ്ഞയുടൻ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി പശുവിനെ പുറത്തേക്കെടുക്കുകയായിരുന്നു. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കയർ കെട്ടിയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പശുവിനെ പുറത്തേക്കെടുത്തത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ AK ഗിരീഷ് കുമാർ, ഡ്രൈവർ സുഭാഷ്, MR രാജീവ്, VR രംജിത്ത്, M ആരിഫ്, PS വിനോയ്, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശവാസികളും ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തി. പഞ്ചായത്ത് അംഗങ്ങളായ OV സ്വാമിനാഥൻ, VM അൻവർ സാദിഖ്, AA ഷിഹാബ് തുടങ്ങിയവരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പാഞ്ഞാൾ തൊഴുപ്പാടത്ത് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശത്തെ വിവിധ വളർത്തുനായകൾക്ക് കടിയേറ്റതിനെ തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് തൊഴുപ്പാടം സെന്ററിൽ ചത്തനിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്തെ വിവിധ വളർത്തുനായകൾക്ക് കടിയേറ്റതിനെ തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെയാണ് തൊഴിപ്പാടം സെന്ററിൽ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. തെരുവ് നായയെ കുഴിച്ചിടാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികളോട് പറഞ്ഞെങ്കിലും നായയുടെ ജഡം വെറ്റിനറി ആശുപത്രിയിൽ കൊണ്ടുപോയി പേവിഷബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം നായയുടെ ജഡം വഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ വൻ പ്രതിഷേധം നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു. മദ്രസയിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, നായക്കുള്ള ശല്യം കാരണേ. പക്ഷെ നായ സ്കൂള് മദ്രസ ഈ കാലത്ത് വരുന്ന നേരത്തെ 6 മണിക്ക് വരുന്നുണ്ട്. മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്, അവരൊന്നും കറക്റ്റായിട്ട് വരാൻ പറ്റുന്നില്ല. നായക്കുള്ള ശല്യം കാരണം ഒരാഴ്ച ആയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ടും കുട്ടികളെ ഭയങ്കര പേടിയിലാണ് കുട്ടികളൊക്കെ. നായക്കുള്ള പിന്നാലെ ഓടുക. അപ്പോൾ അത് വിഷം നായക്കൾ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ രണ്ടാളെ ഒരാഴ്ച മുന്നേ കടിച്ചു. ഇനി എന്താ വേണ്ടിയിട്ട് അതിൻ്റെ നടപടി ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മുള്ളൂർക്കര സർക്കാർ LP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. പ്രധാനാധ്യാപിക TV രജിത തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. വിദ്യാർത്ഥികളിൽ ജനാധിപത്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനോടൊപ്പം പാർലമെന്റ് വ്യവസ്ഥിതികൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ അധികൃതർ തിരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 4 ഡിവിഷനുകളിൽ നിന്നായി 8 വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. സാധാരണ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളോടുകൂടിയാണ് വോട്ടിംഗ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായി M. അഹമ്മദ് കബീറിനെയും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി TM സഫിയ മറിയത്തെയും തിരഞ്ഞെടുത്തു. മറ്റു വിദ്യാർത്ഥികൾക്ക് വിവിധ വകുപ്പുകളുടെ ചുമതലയും നൽകി. ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച അധ്യാപികയായ മേഴ്സിയാണ് ഫലം പ്രഖ്യാപിച്ചത്. പ്രധാന അധ്യാപിക TV രജിത തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധത വെളിവാക്കപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം സുമലത മോഹൻദാസ്. ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGOF പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുമലത മോഹൻദാസ്. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും വൈകിപ്പിക്കരുതെന്നും സുമലത മോഹൻദാസ് ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറുകയാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കേരളത്തിൽ ബദൽ ശക്തിപ്പെടണം. തൊഴിലും കൂലിയുമെന്നതാണ് ഇടതുനയം. ആ നിലയ്ക്ക് ജീവനക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാവാൻ പാടില്ലെന്നും സുമലത മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റല്ലേ കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ഭൗതിക സാഹചര്യങ്ങൾ അവന്റെ ദാരിദ്ര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പരിഗണിക്കുന്ന ഒരു സമീപനം ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ക്ഷാമബത്ത അനുവദിക്കുക, കാലഹരണപ്പെട്ട DPCCR നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M. ജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. വിജയകുമാർ, വൈസ് പ്രസിഡന്റ് MS. റീജ, BS. വിനോദ് കുമാർ, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, K. കൃഷ്ണൻകുട്ടി, രശ്മി കൃഷ്ണൻ, റാണി R. ഉണ്ണിത്താൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മീൻ വളർത്തൽ ജനകീയമാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു. M. അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി A. സമീർ ഖാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സൈദുപ്പ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ കവർച്ച. വീടിന്റെ ഓടിളക്കി അകത്തുകടന്ന മോഷ്ടാക്കൾ 5 പവൻ സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് കണ്ണമ്പാറ വട്ടത്തറ മധുവിന്റെ വീട്ടിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴക്കെടുതിയിൽ നാട്. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് വൻ നാശം വിതയ്ക്കുന്നു. മണ്ണൂരിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. പാലക്കാട് കുളപ്പള്ളി പാതയിലെ തേനൂരിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വിതരണം മുടങ്ങുന്നതിന്റെ കാരണം വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് SC/ST സംയുക്ത സമിതി. തുക ഉദ്യോഗസ്ഥർ വകമാറ്റുകയാണെന്ന് ആക്ഷേപം. അവകാശ നിഷേധത്തിനെതിരെ സമരം ആരംഭിക്കുമെന്ന് സമിതി ഭാരവാഹികൾ.
ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പട്ടാമ്പി കൊടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ച ഭീഷണിയിൽ. അധിക ജലം പുറത്തേക്കൊഴുക്കാൻ സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയത് വശങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. കുളത്തിലെ വെള്ളം ഒഴുകിപ്പോകാത്തത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് ആശങ്ക. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.